ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ യോശുവ ജനത്തോട് പറയുന്നു, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന്. യോശുവ ഇങ്ങനെ പറയുവാനുള്ള കാരണം, യോശുവ ദൈവത്തിൽ നിന്ന് മറ്റു ജനമറിയാതെ പ്രാപിച്ച ദൈവിക ആലോചനയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് യോശുവ ഇങ്ങനെ പറയുന്നത്. ഒരു കാരണം അതിന്, യോശുവ മോശ മരിച്ചു ഇതുവരെയും മോശയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. യോശുവയാണ് മിഷന്റെ ലീഡറായിട്ട് മോശയാൽ അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് മോശയാൽ അഭിഷിക്തനായി വന്നിരിക്കുന്നത്. ഇവിടെ പ്രതീക്ഷ ഇനിയും ഇതുവരെയും 40 സംവത്സരം കടന്നു തരണം ചെയ്തിരിക്കുന്ന പ്രതിസന്ധികളല്ല തന്റെ മുമ്പിലുള്ളതെന്ന് യോശുവയ്ക്ക് വളരെ വ്യക്തമായി. യോശുവ കാരണം ഈ ജനത്തിന്റെ പടനായകൻ കൂടിയാണ്. അപ്പോൾ ഇവിടെ യോശുവ ഇങ്ങനെ വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ഉറപ്പോടെ നാളെ നിങ്ങളുടെ ഇടയിൽ യഹോവ അതിശയം പ്രവർത്തിക്കും എന്ന് പറയുവാനുള്ള കാരണം, അതിശയം പ്രവർത്തിക്കുമെന്ന് യോശുവയുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത വെളിപ്പാടിൽ കൂടെയാണ് അവനത് വിളിച്ചു പറയുന്നത്. അതിന്റെ കാരണം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, രാഹാബ് ഇങ്ങനെ ഉറ്റുനോക്കുവാൻ പോയ പ്രഭുക്കന്മാരോട് പറയുന്നു, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു, ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നുവെന്ന് ഞാൻ അറിയുന്നു. രാഹാബിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ യോശുവ അതുവരെയും അറിയാതിരുന്ന ഒരു കാര്യം ഇവർ ഉറ്റുനോക്കുവാൻ പോയവർ യോശുവയോട് വന്ന് പറയുകയാണ്, ദേശം നമ്മൾക്ക് തന്നിരിക്കുന്നു എന്നാണ് യെരിഹോ നിവാസികളുടെ സകലരുടെയും വിശ്വാസം. ദൈവം അത് നമ്മുടെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു, നമ്മെ കുറിച്ചുള്ള ഭീതി അവരുടെ മേൽ വീണിരിക്കുന്നുവെന്ന് ഒരു യെരിഹോ നിവാസി, അത് മാത്രമല്ല കുപ്രസിദ്ധയായിരിക്കുന്ന ഒരു സ്ത്രീ പറയുന്ന വാക്കുകളാണിത്. അതാണ് യോശുവ ബലപ്പെടുത്തിയത്. അപ്പോൾ ഇനി എങ്ങനെ പ്രതിസന്ധി ഉണ്ട്, യെരിഹോവിന്റെ അടുക്കിലേക്ക് പോവുക എന്നുള്ളത് പിന്നത്തെ വിഷയമാണ്. ഇവിടെ എന്താണ്, യോർദാൻ എങ്ങനെ കടക്കുമെന്നുള്ളതാണ് പ്രധാന വിഷയം. യോർദാൻ എങ്ങനെ കടക്കും, മോശയില്ല, പിന്നെ എങ്ങനെ? അപ്പോൾ യോശുവയുടെ ശ്രദ്ധ ദൈവത്തിന്റെ ആത്മാവ് നിയമപെട്ടകത്തിലേക്ക് കൊടുത്തു. അപ്പോൾ മോശയില്ലെങ്കിലും സാരമില്ല, ദൈവത്തിന്റെ ആവാസ സ്ഥലമായ നിയമപെട്ടകം എന്നോടൊപ്പം ഉള്ളിടത്തോളം എനിക്ക് യോർദാൻ ഒരു വിഷയമല്ല എന്ന് യോശുവയുടെ പരിശുദ്ധാത്മാവ് ബോധം കൊടുക്കുവാൻ കൊണ്ട് ദൈവത്തിന്റെ പേരിൽ ഈ പ്രഭാതയാമത്തിൽ ഈ വചനം കേൾക്കുവാൻ നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവും നിന്നോടും എന്നോടും സംസാരിക്കുന്ന ഇതാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം തരുമ്പോൾ ഇങ്ങനെ ഞാൻ പലപ്പോഴും ജീവിതത്തെക്കുറിച്ച് മരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് ജീവിതത്തിൽ കഴിഞ്ഞ 38 വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് കൊല്ലണമായിരുന്നെങ്കിൽ അന്നേ സംഭവിക്കാമായിരുന്നു. ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധിയേക്കാൾ ഭയാനമായ പ്രതിസന്ധി മുൻപ് ജീവിതത്തിൽ വന്നിട്ടും അവിടെ എന്നെ തകർന്നു പോകുവാൻ അനുവദിക്കാതിരിക്കുന്ന ദൈവം എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നുവെങ്കിൽ, ഇപ്പൊ എനിക്ക് മോശയില്ല എന്റെ മുമ്പിൽ, എനിക്കൊരു ഉപദേഷ്ടാവില്ല, എന്നെ സഹായിപ്പാൻ ആളില്ല എന്റെ മുമ്പിൽ, യെരിഹോവിന്റെ മുമ്പിൽ യോർദാന്റെ വൻ തിരകളുണ്ട്, പക്ഷേ ഞാൻ എന്തിനു ഭയപ്പെടണം? എന്റെ കൂടെ നിയമവട്ടം അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം എന്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ടതില്ല. യോശുവയുടെ ശ്രദ്ധ നിയമപെട്ടകത്തിലേക്ക് പോയി. അവന് മനസ്സിലായി, നിയമപെട്ടകം എന്റെ കൂടെ ഉള്ളിടത്തോളം ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ. ആ ദൈവത്തിന്റെ തേജസ്സിന്റെ മുമ്പിൽ ഈ യോർദാൻ ഒന്നുമല്ല, അത് വറ്റിപ്പോകും, അത് തകർന്നു പോകും, അല്ലെങ്കിൽ അത് ആമീസൂത്രം ബാഷ്പീകരിച്ചു പോകുമെന്നുള്ള അറിവ് യോശുവയ്ക്ക് ഉള്ളത് കൊണ്ട് അവൻ പുരോഹിതന്മാരെ അതിനുവേണ്ടി നിയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ. ദൈവത്തിന്റെ പേരിൽ തകർന്നു പോകണമായിരുന്നെങ്കിൽ നിന്നെ തകർത്തു കളയണമായിരുന്നു. പിശാച് പറയുന്നുണ്ടായിരിക്കും, ദൈവം ഈ പ്രാവശ്യം നിന്നെ രക്ഷിക്കുകയില്ല, നീ തകർന്നു പോകുന്നു. അല്ല, ദൈവത്തിന്റെ പേരിൽ അങ്ങനെയൊന്നുമല്ല. നിന്നെ കൊണ്ടുവന്നിരിക്കും. നീ ഒന്ന് ചിന്തിച്ചോ, പിന്നിലേക്ക് നീ ഒന്ന് ഓടി നോക്കുക. എത്രത്തോളം ജീവിതത്തിന് അപമാനിക്കപ്പെടാമായിരുന്നു, തകർന്നു പോകാമായിരുന്നു, ജപ്തി നടപടികൾ വരാമായിരുന്നു, ജീവിതത്തിൽ എല്ലാ തരത്തിലും ആമീസൂത്രം ദേശം നിന്നെ കല്ലെറിഞ്ഞു കൊല്ലാമായിരുന്നു. ജീവിത പ്രതിസന്ധി നിന്റെ മുമ്പിലുണ്ടായിരുന്നു, നീ തകർന്നു പോലെ. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം നിന്നോടുകൂടെ. ആ ദൈവം ഇന്നും നിന്നോടുകൂടെ ഉണ്ട്. ഈ യോർദാൻ നിന്റെ മുമ്പിൽ ഒന്നുമല്ല, ഈ യെരിഹോ നിന്റെ മുമ്പിൽ. നിനക്കാണ് വഴിയില്ലാതിരിക്കുന്നത് കേട്ടോ,
നിന്റെ മുമ്പിലാണ് വഴിയില്ലാതിരിക്കും, ദൈവത്തിന്റെ മുമ്പിലല്ല കേട്ടോ. ദൈവം ഈ യോർദാന്റെ മുമ്പിൽ നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വയതിൽ നീ നോക്കുമ്പോൾ നിന്നെ സഹായിപ്പാൻ ആരുമില്ല. നിനക്ക് ഒരു ചുവട് വെക്കുവാൻ ഒരു ഇഞ്ച് ഭൂമിയില്ല, ഒരു വഴിയില്ല. നീ എങ്ങോട്ട് പോകും? ആര് നിന്നെ സഹായിക്കും? എങ്ങനെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം തരുമെന്ന് നീ ഓർത്ത് ഭാരപ്പെടും. ദൈവത്തിന്റെ പേരിൽ നീയാണ് ഭാരപ്പെടുന്നത്. നീ ഭാരപ്പെടുന്നതിന്റെ കാരണം നീ ഒരു മനുഷ്യ സൃഷ്ടി ആയതുകൊണ്ടാണ്. പക്ഷെ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്ന ആരാണെന്നറിയുമോ? സർവശക്തനായ ദൈവം, സകലത്തിന്റെ മേലും അധികാരവും കർത്തൃത്വം നടത്തുന്ന സർവശക്തനായ ദൈവം ഇവിടെ നിന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ ദേശം നിന്നെ അപമാനിക്കുവാനും കല്ലെറിയുവാനും അനുവദിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, ആമീൻ സ്തോത്രം, മരണകരമായ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന്, രോഗത്തിൽ നിന്ന് ദൈവം നിന്നെ അന്ന് വിടുവിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് കൊല്ലുവാനല്ല, നിന്നെ ജീവിപ്പിക്കുവാനാണ്. നിന്റെ മുമ്പിൽ ഒരു അതിശയം നാളെ ദൈവം ചെയ്യും. ഈ വചനം നീ വിശ്വസിക്കുക. ദൈവത്തിന് വിശ്വസിക്കുന്നവർക്ക് സകലതും കഴിയുമെന്നുള്ള